അക്കൗണ്ടിംഗ് സ്കിൽ ഇല്ലെങ്കിൽ പോലും ഏതൊരു സാധാരണക്കാരനും ഇനി വളരെ എളുപ്പം എവിടെ ഇരുന്നു കൊണ്ടും ബില്ലിംഗ് നടത്താം, ബിസിനസ് അനലൈസ് ചെയ്യാം. ഞാൻ അനു. എല്ലാവർക്കും iBiller ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങൾ: പുതിയ യൂസർ അക്കൗണ്ട് സൈനപ്പ്, ആദ്യ ബിസിനസ് പ്രൊഫൈൽ സെറ്റപ്പ്, സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തിരഞ്ഞെടുക്കാം, ബാസ്ക്കറ്റ് സ്ക്രീൻ പരിചയപ്പെടാം, പുതിയ സ്റ്റാഫ് യൂസറെ എങ്ങനെ ചേർക്കാം, ടാക്സ് സിസ്റ്റം സെറ്റപ്പ്, ബ്ലൂടൂത്ത് പ്രിന്റർ കണക്ട് ചെയ്യാം, പ്രോഡക്റ്റ് ആഡ് ചെയ്യാം, പുതിയ കസ്റ്റമറെ എങ്ങനെ ആഡ് ചെയ്യാം, ആദ്യ ഇൻവോയ്സ് പ്രിന്റ് ചെയ്യാം, ഇൻവോയ്സുകളും റിപ്പോർട്ടുകളും മാനേജ് ചെയ്യാം, ബിസിനസ് പെർഫോമൻസ് അനലൈസ്, എങ്ങനെ സബ്സ്ക്രിപ്ഷൻ പുതുക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായി iBiller ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. പുതിയ യൂസർ അക്കൗണ്ട് സൈനപ്പ്. ഇപ്പോൾ ആപ്ലിക്കേഷൻ ലോഞ്ചായി വന്നിരിക്കുന്നത് ഒരു ലോഗിൻ സ്ക്രീനിലേക്കാണ്. നിങ്ങൾ ഓൾറെഡി ഒരു യൂസർ ആണെങ്കിൽ ഇവിടെ മൊബൈൽ നമ്പറും നിങ്ങളുടെ അക്കൗണ്ട് പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ പുതുതായി രജിസ്റ്റർ ചെയ്യാൻ സൈനപ്പ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സൈനപ്പ് സ്ക്രീനിൽ പേര്, മൊബൈൽ നമ്പർ, പാസ്വേഡ്, ഇമെയിൽ അഡ്രസ്സ് എന്നിവ എൻ്റർ ചെയ്ത് OTP വെരിഫിക്കേഷൻ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ OTP വെരിഫിക്കേഷൻ എന്ന ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് SMS ആയി ലഭിച്ച OTP എൻ്റർ ചെയ്യുക. ആദ്യ ബിസിനസ് പ്രൊഫൈൽ സെറ്റപ്പ്. ബിസിനസ് പ്രൊഫൈലിൽ ആദ്യം നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യുക. ഞാൻ ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കാണാം. ശേഷം ബിസിനസ് നെയിം എൻ്റർ ചെയ്യുക. അടുത്തായി ബിസിനസ് ടൈപ്പ്, ബിസിനസ് അഡ്രസ്, കോൺടാക്ട് നമ്പർ, ഇമെയിൽ, വെബ്സൈറ്റ് എന്നിവ ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്ത് ആഡ് ബിസിനസ് പ്രൊഫൈൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ സെലക്ട് ചെയ്യുക. പ്ലാൻ സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ഗേറ്റ്വേ സ്ക്രീനിലേക്ക് പോകുന്നതാണ്. ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങളുടെ പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ UPI ID അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൊടുക്കുകയാണ്. ഞാൻ ഒരു ഗൂഗിൾ പേ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുകയാണ്. ശേഷം പേ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ബാക്ക് ബട്ടണോ ക്യാൻസൽ പേയ്മെൻറ്റോ ക്ലിക്ക് ചെയ്യരുത്. ഇപ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യുക. ഓക്കെ എന്നൊരു ബട്ടൺ വരും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ബാസ്ക്കറ്റ് സ്ക്രീനിൽ എത്തിയിരിക്കുകയാണ്. ബാസ്ക്കറ്റ് സ്ക്രീനിലെ ചില ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ഇവിടെ ടോപ്പ് റൈറ്റ് കോർണറിൽ ഒരു ഷോപ്പിംഗ് കാർട്ട് ബട്ടൺ കാണാം. നമ്മൾ ബാസ്ക്കറ്റിലേക്ക് ആഡ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് ക്ലിയർ ചെയ്യാനും ബാസ്ക്കറ്റിൽ എത്ര ഐറ്റം ഉണ്ട് എന്നത് ഡിസ്പ്ലേ ചെയ്യാനുമാണ് ഈ ബട്ടൺ ഉപയോഗിക്കുന്നത്. QR കോഡ് ബട്ടൺ ഉപയോഗിക്കുന്നത് ബില്ലിന്റെ UPI QR കോഡ് ജനറേറ്റ് ചെയ്യാനും സ്ക്രീനിൽ നിന്ന് നേരിട്ട് ഇൻവോയ്സ് ഡീറ്റെയിൽസ് ഉൾപ്പെടെ സ്കാൻ ചെയ്ത് ബില്ല് ചെയ്യാനുമാണ്. പ്രിന്റർ ഐക്കൺ ഉപയോഗിക്കുന്നത് ബ്ലൂടൂത്ത് പ്രിന്റർ കണക്ട് ചെയ്യാനും ലാസ്റ്റ് ബിൽ പ്രിന്റ് ചെയ്യാനുമാണ്. അതുപോലെ പ്രിന്ററിന്റെ കണക്റ്റിംഗ് സ്റ്റാറ്റസും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ ഐക്കൺ ഉപയോഗിക്കുന്നത് ഇൻവോയ്സ് ഷെയർ ചെയ്യാനും പ്രിന്റ് ചെയ്യാനുമാണ്. കേരളത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള IGST സെയിലാണെങ്കിൽ ബാസ്ക്കറ്റിലേക്ക് ഐറ്റം ആഡ് ചെയ്യുന്നതിന് മുമ്പേ ഈ ബോക്സ് ടിക്ക് ചെയ്യുക. GT ഗ്രാൻഡ് ടോട്ടൽ നെയും D ഡിസ്കൗണ്ട് നെയും സൂചിപ്പിക്കുന്നു. റെഡ് ചെക്കൗട്ട് ബട്ടൺ സെയിൽ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സെലക്ട് ചെയ്ത ഐറ്റത്തിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുവാനും വേണ്ടി മൈനസ് ബട്ടൺ ഉപയോഗിക്കുന്നു. പ്രോഡക്ട്സിന്റെ ബാർകോഡ് സ്കാൻ ചെയ്ത് ഐറ്റം ബാസ്ക്കറ്റിലേക്ക് ആഡ് ചെയ്യാൻ ഈ ബാർകോഡ് ബട്ടൺ ഉപയോഗിക്കുന്നു. അവസാനം കാണുന്ന ഈ പ്ലസ് ബട്ടൺ ക്വാണ്ടിറ്റി കൂട്ടുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പുതിയ സ്റ്റാഫ് യൂസറെ എങ്ങനെ ചേർക്കാം? പുതിയൊരു സ്റ്റാഫ് യൂസറെ എങ്ങനെ ആഡ് ചെയ്യാം എന്ന് നോക്കാം. ആദ്യമായി സെറ്റിംഗ്സ് ടാബ് ക്ലിക്ക് ചെയ്യുക. ശേഷം യൂസേഴ്സ് എന്ന മെനു ക്ലിക്ക് ചെയ്യുക. ഇവിടെ അഡ്മിൻ എന്ന യൂസറെ കാണാം. ടോപ്പ് കോർണറിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുതിയൊരു യൂസറെ നമുക്ക് ആഡ് ചെയ്യാം. ആദ്യം യൂസറുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, ഫുൾ നെയിം എൻ്റർ ചെയ്യുക, ബില്ലിൽ കാണേണ്ട നെയിം എൻ്റർ ചെയ്യുക, അഡ്രസ് എൻ്റർ ചെയ്യുക, ഇമെയിൽ എൻ്റർ ചെയ്യുക, യൂസർ പാസ്വേഡ് എൻ്റർ ചെയ്യുക. ശേഷം യൂസർ റോൾ സെലക്ട് ചെയ്യുക, സ്റ്റാറ്റസും സെലക്ട് ചെയ്യുക. ശേഷം സെൻഡ് OTP ടു യൂസർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ യൂസറുടെ മൊബൈലിലേക്ക് വന്ന OTP വെരിഫിക്കേഷൻ സ്ക്രീനിൽ എൻ്റർ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ പുതിയൊരു യൂസറെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു യൂസറെ എഡിറ്റ് ചെയ്യണമെങ്കിൽ യൂസറിന് നേരെ കാണുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് യൂസർ സ്ക്രീനിലേക്ക് പോകാം. ശേഷം മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് കാണാം. ഇവിടെ യൂസർ പ്രിവിലേജസ് ആണ് ഈ കാണുന്നത്. യൂസറിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നതാണ് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്.
ചേഞ്ചസ് അപ്ഡേറ്റ് ചെയ്യാൻ അപ്ഡേറ്റ് പ്രൊഫൈൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ യൂസറുടെ മൊബൈൽ iBiller ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ടാക്സ് സിസ്റ്റം സെറ്റപ്പ്. സെയിൽസ് ടാബിൽ നിന്ന് ഞാൻ ടാക്സ് എന്ന മെനു ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ GST, VAT എന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഞാൻ GST സെലക്ട് ചെയ്തിരിക്കുകയാണ്. ശേഷം SGST, UTGST കാണാം. ഞാൻ കേരളത്തിലായതുകൊണ്ട് തന്നെ SGST സെലക്ട് ചെയ്യുന്നു. ശേഷം എൻ്റെ GST നമ്പർ ഞാൻ ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. താഴെ ടാക്സ് ഇൻക്ലൂസീവ് പ്രൈസ്, ടാക്സ് എക്സ്ക്ലൂസീവ് പ്രൈസ് എന്ന 2 ടിക്ക് ബോക്സ് കാണാം. നിങ്ങൾ വിൽക്കുന്ന വിലയിൽ ടാക്സ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ടാക്സ് ഇൻക്ലൂസീവ് പ്രൈസ് കൊടുക്കുക, അല്ലെങ്കിൽ ടാക്സ് എക്സ്ക്ലൂസീവ് പ്രൈസ് കൊടുക്കുക. ഇവിടെ ഞാൻ ടാക്സ് ഇൻക്ലൂസീവ് പ്രൈസ് ചൂസ് ചെയ്യുന്നു. ശേഷം അപ്ഡേറ്റ് ടാക്സ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ബ്ലൂടൂത്ത് പ്രിന്റർ കണക്ട് ചെയ്യാം. സെറ്റിംഗ്സ് ടാബിൽ പ്രിന്റർ എന്ന മെനു ക്ലിക്ക് ചെയ്യുക. ആദ്യമായി പ്രിന്റർ കണക്ട് ചെയ്യുമ്പോൾ ബ്ലൂടൂത്ത് പെർമിഷൻ ചോദിക്കാം. ഈ ഡയലോഗ് ബോക്സിൽ എലോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡിവൈസിലെ ബ്ലൂടൂത്ത് എനേബിൾ ആകുന്നത് കാണാം. ബ്ലൂടൂത്ത് പ്രിന്റർ നമ്മുടെ സ്മാർട്ട് ഫോണുമായി പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലിസ്റ്റിൽ നമ്മുടെ പ്രിന്റർ കാണാം. അല്ലെങ്കിൽ മൊബൈലിൻ്റെ ബ്ലൂടൂത്ത് സെറ്റിംഗ്സിൽ ചെന്ന് നമ്മുടെ പ്രിന്റർ പെയർ ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മുടെ പ്രിന്ററിന് നേരെ കാണുന്ന സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേപ്പർ റോൾ സൈസ് സെലക്ട് ചെയ്യുക. ശേഷം ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രിന്റർ കണക്റ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്കൊരു ടെസ്റ്റ് പ്രിന്റ് എടുക്കാം. അടുത്തായി ഇനി നമുക്ക് പ്രോഡക്ട്സ് ആഡ് ചെയ്യാം. അതിനായി പ്രോഡക്ട്സ് എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. ഇതാണ് പ്രോഡക്ട്സ് പേജ്. ഇവിടെ ടോപ്പ് കോർണറിൽ കാണുന്ന ഹംബർഗർ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ആഡ് പ്രോഡക്റ്റ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആദ്യമായി നമ്മുടെ പ്രോഡക്റ്റിന് ഒരു ഇമേജ് ആഡ് ചെയ്യാം. ക്യാമറ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഞാൻ ഗാലറിയിൽ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന് പകരം എനിക്ക് കളറും സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഇമേജ് കളയണമെങ്കിൽ നമ്മൾ ഡിലീറ്റ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു കളർ ചൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഗാലറിയിൽ നിന്ന് ഇമേജ് സെലക്ട് ചെയ്യുക തന്നെയാണ്. അതിനുശേഷം പ്രോഡക്റ്റിൻ്റെ കാറ്റഗറി സെലക്ട് ചെയ്യുകയാണ്. പുതുതായി കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പുതിയ ഒരു കാറ്റഗറി ആഡ് ചെയ്യാം. ഞാൻ പ്ലാന്റ്സ് എന്ന ഒരു കാറ്റഗറി ആഡ് ചെയ്ത് അതിനായി ഒരു കളറും സെലക്ട് ചെയ്യുകയാണ്. ആഡ് കാറ്റഗറി കൊടുക്കുന്നു. ഇവിടെ ആഡ് ചെയ്ത് കാറ്റഗറി പ്ലാന്റ്സ് ഞാൻ സെലക്ട് ചെയ്യുന്നു. അടുത്തായി പ്രോഡക്റ്റിൻ്റെ ബാർകോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ബാർകോഡ് എൻ്റർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒരു സീരിയൽ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഇവിടെ 1001 കൊടുത്തു. ഇനി പ്രൊഡക്റ്റിൻ്റെ പേര് കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അതിന് തൊട്ട് താഴെ എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ളത് കൊടുക്കാം. എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കാം, യൂണിറ്റ് കോസ്റ്റ് കൊടുക്കാം, യൂണിറ്റ് പ്രൈസ് കൊടുക്കാം, GST പ്രൈസ് കൊടുക്കാം, ഡിസ്കൗണ്ട് കൊടുക്കാം. HSN കോഡ് ഉണ്ടെങ്കിൽ കൊടുക്കാം, റാക്ക് നമ്പർ അല്ലെങ്കിൽ ബാച്ച് നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം. താഴെ കാണുന്ന പ്രൈസ് കാറ്റഗറീസ് ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. ശേഷം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ എത്ര പ്രോഡക്റ്റ്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. പുതിയ കസ്റ്റമറെ എങ്ങനെ ആഡ് ചെയ്യാം? ബാസ്ക്കറ്റ് സ്ക്രീനിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായി പുതിയ കസ്റ്റമറെ ആഡ് ചെയ്യാം. അതിനായി മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു കസ്റ്റമറെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും നമുക്ക് എൻ്റർ ചെയ്യാം. റെഡ് ബോക്സിൽ കാണിക്കുന്ന എല്ലാ ഫീൽഡും മാൻഡേറ്ററി ആണ്, നിർബന്ധമായും ഫില്ല് ചെയ്തിരിക്കേണ്ടതാണ്. ഇവിടെ റീറ്റെയിൽ B2C ഓപ്ഷൻ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹോൾസെയിൽ B2B നമുക്ക് സെലക്ട് ചെയ്യാം. ഹോൾസെയിൽ ആണെങ്കിൽ ജനറൽ, C1, C2, C3 എന്നീ 4 കാറ്റഗറിയിലുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് ആഡ് ചെയ്യാം. അടുത്തായി ടാക്സബിൾ എന്നുള്ള ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ടാക്സ് പ്രിഫറൻസ് ആണത്. പിന്നെ കസ്റ്റമർ നെയിം എൻ്റർ ചെയ്യുക. കസ്റ്റമറെ സംബന്ധിച്ച മറ്റു എല്ലാ ഡീറ്റെയിലും എൻ്റർ ചെയ്തതിന് ശേഷം ആഡ് ന്യൂ കസ്റ്റമർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുതിയൊരു കസ്റ്റമറെ നമുക്ക് ആഡ് ചെയ്യാം. അടുത്തതായി iBiller ഉപയോഗിച്ച് നമ്മുടെ ആദ്യത്തെ ബിൽ അല്ലെങ്കിൽ ഇൻവോയ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആദ്യമായി നമുക്ക് കസ്റ്റമറെ സെലക്ട് ചെയ്യാം. ക്യാഷ് കസ്റ്റമർ, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള കസ്റ്റമറെ സെലക്ട് ചെയ്യാം. അടുത്തായി ഈ കാണുന്ന ബാസ്ക്കറ്റ് സ്ക്രീനിലേക്ക് നമുക്ക് വിൽക്കാനുള്ള പ്രോഡക്റ്റ്സ് ആഡ് ചെയ്യണം. അതിനായി 3 രീതി നമുക്ക് ചെയ്യാം. ഒന്ന്, ഐറ്റം സെർച്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ലെഫ്റ്റ് പ്രോഡക്റ്റ്സ് ഡ്രോവറിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കാറ്റഗറി ഉണ്ട്, കാറ്റഗറി സെലക്ട് ചെയ്ത് പിക്ക് ചെയ്യാം. അതും അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ബാർകോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പ്രൊഡക്റ്റ് ബാസ്ക്കറ്റ് സ്ക്രീനിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ബാസ്ക്കറ്റ് സ്ക്രീനിൻ്റെ ടോപ്പ് കോർണറിൽ കാണുന്ന ഷോപ്പിംഗ് കാർട്ട് ഐക്കണിൽ നമുക്ക് എത്ര ഐറ്റം ഇപ്പോൾ ബാസ്ക്കറ്റ് സ്ക്രീനിൽ ഉണ്ട് എന്നുള്ളത് കാണാം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് എല്ലാ ഐറ്റം ക്ലിയർ ചെയ്യാം താൽക്കാലികം. വീണ്ടും നമുക്ക് പ്രോഡക്ട്സ് ആഡ് ചെയ്യാം. ശേഷം താഴെ കാണുന്ന റെഡ് ബട്ടൺ, അതാണ് ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനു മുമ്പായി ബില്ലിൽ എങ്ങനെ UPI QR കോഡ് സെറ്റ് ചെയ്യാം എന്ന് നോക്കാം. ആദ്യമായി സെറ്റിംഗ്സ് ടാബിൽ വരിക. ശേഷം ബിസിനസ് എന്ന ഈ മെനു ക്ലിക്ക് ചെയ്ത്
അതിലേക്ക് എൻറ്റർ ചെയ്യുക. അതിനുശേഷം താഴെ സ്ക്രോൾ ചെയ്താൽ നമുക്ക് UPI ID എൻറ്റർ ചെയ്യാം. ഇവിടെ UPI ID നിങ്ങളിത് എൻറ്റർ ചെയ്യുക, നിങ്ങളുടെ ബിസിനസ് UPI ID എൻറ്റർ ചെയ്യുക, ശേഷം അപ്ഡേറ്റ് ബിസിനസ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. ചെക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ UPI പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്ത് ചെക്കൗട്ട് ചെയ്യുകയാണ്. ബില്ല് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബില്ലിൽ UPI QR കോഡ് ഉൾപ്പെടെ ഇപ്പോൾ പ്രിൻ്റായി വന്നിരിക്കുകയാണ്. ഇനി മുകളിൽ കാണുന്ന QR കോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്ക്രീനിൽ നിന്ന് ഡയറക്റ്റ് UPI QR കോഡ് സ്കാൻ ചെയ്ത് കസ്റ്റമറിന് ബിൽ എമൗണ്ട് ഉൾപ്പെടെ പേ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ QR കോഡ് നിങ്ങളുടെ കസ്റ്റമർക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നാം ചെയ്ത ബിൽ ഷെയർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യണമെങ്കിലോ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഷെയർ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 80mm PDF പേപ്പർലെസ് ബിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ബില്ല് നിങ്ങൾക്ക് കസ്റ്റമറിന് അയച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ പേപ്പർ ലാഭിക്കാം, പരിസ്ഥിതിയെ സംരക്ഷിക്കാം. ബാസ്ക്കറ്റ് സ്ക്രീനിനെ വിശദമായി ഒന്ന് പരിചയപ്പെടാൻ ക്യാഷ് കസ്റ്റമറെ സെലക്ട് ചെയ്ത് കുറച്ച് ഐറ്റംസ് ഞാൻ ബാസ്ക്കറ്റ് സ്ക്രീനിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇവിടെ പ്രോഡക്റ്റ് ഇമേജിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ആ ഇമേജ് സൂം ചെയ്യാവുന്നതാണ്. ഇമേജിന് തൊട്ട് താഴെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഐറ്റം സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം താഴെയുള്ള റെഡ് പ്ലസ് മൈനസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യാവുന്നതാണ്. ക്വാണ്ടിറ്റി ലാബിലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ആ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യാം. ഇവിടെ എമൗണ്ട് എൻറ്റർ ചെയ്തും നമുക്ക് ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഉദാഹരണം 300 രൂപയ്ക്ക് ഓർക്കിഡ്. അപ്പോൾ ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കായി കാൽക്കുലേറ്റ് ചെയ്തോളൂ. പ്രൈസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് താൽക്കാലികമായി പ്രൈസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഐറ്റത്തിന് ഡിസ്കൗണ്ട് കൊടുക്കാവുന്നതുമാണ്. ബാസ്ക്കറ്റ് സ്ക്രീനിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രോഡക്റ്റിൻ്റെ നെയിം ഒന്ന് താൽക്കാലികമായി ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ നെയിമിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വേണ്ട മാറ്റം വരുത്തി നമുക്ക് ഡൺ കൊടുക്കാവുന്നതാണ്. ഈ മാറ്റങ്ങളൊന്നും ഇൻവെൻറ്ററിയെ ബാധിക്കുന്നതല്ല. ഇൻവോയ്സിൻ്റെ ഡേറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ബാറിൽ കാണുന്ന കലണ്ടർ ഐക്കൺ ക്ലിക്ക് ചെയ്ത് വേണ്ട ഡേറ്റ് നമുക്ക് ഇവിടെ ചൂസ് ചെയ്ത് ഡൺ കൊടുക്കാം. ഇൻവോയ്സുകളും റിപ്പോർട്ടുകളും മാനേജ് ചെയ്യാം. നാം നടത്തിയ സെയിൽസ് കാണണമെങ്കിൽ മോർ ടാബിൽ ക്ലിക്ക് ചെയ്ത് മുകളിൽ കാണുന്ന ഇൻവോയ്സസ് എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അതാത് ദിവസത്തെ സെയിൽസ് നമുക്ക് കാണാം. അതുപോലെ ഓരോ യൂസറും നടത്തിയ സെയിൽസ് അതാത് യൂസറെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഡേറ്റ് റേഞ്ച് മാറ്റിക്കൊണ്ട് ആ കാലയളവിൽ നടത്തിയ സെയിൽസ് നമുക്ക് കാണാം. ഈ കാണുന്ന പ്രിൻ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഇൻവോയ്സ് പ്രിൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻവോയ്സ് ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഇൻവോയ്സ് ഓപ്പൺ ചെയ്യാം. ടോപ്പ് റൈറ്റ് കോർണറിലെ മെനു ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഇൻവോയ്സ് റിട്ടേൺ ചെയ്യാം. ഓരോ ഐറ്റമായും ചെയ്യാം, അല്ലെങ്കിൽ ഓൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ ഐറ്റവും നമുക്ക് റിട്ടേൺ ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു ഐറ്റം മാത്രം ക്ലിക്ക് ചെയ്യണമെങ്കിൽ അപ്പോഴതിൻ്റെ ക്വാണ്ടിറ്റി ചോദിക്കും. എത്രയാണ് ക്വാണ്ടിറ്റി നമ്മൾ റിട്ടേൺ ചെയ്യണമെങ്കിൽ അത് എൻ്റർ ചെയ്ത് അത് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്ലിയർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ റിട്ടേൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ റിട്ടേൺ ചെയ്യുന്ന സെയിൽ ഒരു കസ്റ്റമറുടെ അക്കൗണ്ടിൽ നിങ്ങൾ നടത്തുകയാണെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റീഫണ്ട് കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് വേണോ എന്ന് ചോദിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് യെസ് കൊടുക്കാം. ക്യാഷ് ആയിട്ടാണ് റീഫണ്ട് ചെയ്യുന്നതെങ്കിൽ നോ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഇൻവോയ്സ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ടോപ്പ് റൈറ്റ് കോർണറിൽ നിന്ന് ഡിലീറ്റ് ഇൻവോയ്സ് എന്ന മെനു ക്ലിക്ക് ചെയ്യുക. ശേഷം കൺഫേം ചെയ്യണമെങ്കിൽ യെസ് കൊടുക്കുക. ഓർക്കുക, ഡിലീറ്റ് ചെയ്ത എല്ലാ ഇൻവോയ്സുകളും ഡിലീറ്റഡ് ഇൻവോയ്സ് എന്ന റെക്കോർഡിൽ സൂക്ഷിക്കപ്പെടുന്നതാണ്. താഴെയുള്ള എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഇൻവോയ്സിനെ ഒരു A4 സൈസ് PDF എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ശേഷം അതിനെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. തിരിച്ച് നമുക്ക് സെയിൽസ് ഇൻവോയ്സ് സ്ക്രീനിലേക്ക് വരാം. ഇവിടെ താഴെ കാണുന്ന ഈ റിബണിൽ എല്ലാ ഇൻവോയ്സിൻ്റെയും ഒരു ക്യുമുലേറ്റീവ് ടോട്ടൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. റിപ്പോർട്ട്സിനായി റിപ്പോർട്ട്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻസ് കാണാം. സെലക്റ്റഡ് ഡേറ്റിലുള്ള കളക്ഷൻ റിപ്പോർട്ട് സമ്മറി നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാം. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു യൂസർ ബേസ്ഡ് ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട് എടുക്കാം. സെയിൽസ് ഇൻവോയ്സ് റിപ്പോർട്ട് എടുക്കാൻ സെയിൽസ് ഇൻവോയ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പ്രോഫിറ്റ് ഉൾപ്പെടെയുള്ള സെയിൽസ് റിപ്പോർട്ട് എടുക്കാൻ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സ്റ്റോറിലെ ടോപ്പ് സെല്ലിംഗ് പ്രോഡക്ട്സ് ഏതാണെന്ന് അറിയാൻ ടോപ്പ് സെല്ലിംഗ് പ്രോഡക്ട്സ് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കൂടുതൽ പ്രോഫിറ്റ് ഏത് പ്രോഡക്ട്സ് വിറ്റപ്പോഴാണ് എന്നറിയാൻ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഷോപ്പിലെ ടോപ്പ് സെയിൽസ് പേഴ്സൺ ആരാണെന്ന് അറിയാൻ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബിസിനസ് പെർഫോമൻസ് അനലൈസ് മോർ ടാബിൽ നിന്ന് ഡാഷ്ബോർഡ് എന്ന മെനു ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡാഷ്ബോർഡ് ഓപ്പണായി വന്നിരിക്കുകയാണ്. ഇവിടെ കാണുന്ന വീക്ക്ലി ചാർട്ടിൽ നിന്ന് ഓരോ ദിവസവും നിങ്ങളുടെ ബിസിനസ് എങ്ങനെ പെർഫോം ചെയ്ത് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഓരോ ദിവസവും നമ്മുടെ സെയിൽസ് കമ്പയർ ചെയ്യണമെങ്കിൽ ഈ വീക്ക്ലി ചാർട്ട് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഇനി നമുക്ക് മന്ത്ലി ചാർട്ട് എടുക്കാം. ഇവിടെ ഓരോ മാസവും നടന്ന സെയിൽസിൻ്റെ ഒരു ചാർട്ട് ആണ് കൊടുത്തിരിക്കുന്നത്.
അതുപോലെ തന്നെ ഇയർലി നോക്കാം, ഓരോ വർഷവും നടന്ന സെയിൽസിൻ്റെ ചാർട്ട്. താഴേക്ക് വന്നാൽ ഓരോ ബോക്സിലും ഒരു ടോട്ടൽ ഫിഗർ കാണാം. സെയിൽസ് ടുഡേ, പ്രോഫിറ്റ് ടുഡേ, ഇൻവോയ്സസ് ടുഡേ, ഇൻവോയ്സസ് മന്ത്, കറണ്ട് മന്ത് സെയിൽസ്, കറണ്ട് മന്ത് പ്രോഫിറ്റ് എന്നിങ്ങനെ. ഈ ഡാഷ്ബോർഡ് നിങ്ങളുടെ ബിസിനസ്സിനെ വളരെ വ്യക്തമായി അനലൈസ് ചെയ്യാൻ സഹായിക്കുന്നു. എങ്ങനെ സബ്സ്ക്രിപ്ഷൻ പുതുക്കാം? സെറ്റിംഗ്സ് ടാബ് ക്ലിക്ക് ചെയ്യുക. മുകളിൽ സബ്സ്ക്രിപ്ഷൻ എന്ന മെനു ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ താഴെ കാണുന്ന റിന്യൂ നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻ സെലക്ട് ചെയ്യുക. മറ്റൊരു രീതിയിൽ റിന്യൂ ആകുന്ന സമയം ഇങ്ങനെ ഒരു റിന്യൂ പോപ്പപ്പ് മെനു ചോദിക്കും. അവിടെ റിന്യൂ പ്ലാൻ ക്ലിക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ റിന്യൂ ചെയ്യാവുന്നതാണ്. സബ്സ്ക്രിപ്ഷൻ പേയ്മെൻറ്റിനെ സംബന്ധിച്ച് നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക്കിൽ വളരെ വിശദമായി നമ്മൾ നേരത്തെ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ആയതുകൊണ്ട് തന്നെ 16 മിനിറ്റിനകം iBillerന്റെ മുഴുവൻ ഫീച്ചേഴ്സും ഇതിനകത്ത് പറയാൻ കഴിഞ്ഞിട്ടില്ല. iBillerന്റെ മറ്റു ഫീച്ചേഴ്സിനെ പരിചയപ്പെടുത്തുന്ന വീഡിയോകൾക്കായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.